ഇവർ വേറെ സീരിയലിൻ്റെ നാളത്തെ, അതായത് നാളെ മുതൽ അങ്ങോട്ട് നെക്സ്റ്റ് വീക്കിലെ ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. അതായത് അച്യുതിൻ്റെ മരണത്തിന് പിന്നിലുള്ള ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഭൂമി. അച്യുതിൻ്റെ ഫോൺ കാണാത്തതിൽ ഭൂമിക്ക് നല്ല സംശയമുണ്ട്. അതാണെങ്കിൽ പോലീസുകാരുടെ കയ്യിലും ഇല്ലെന്ന് ഭൂമിക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീടുമുറ്റം അടിച്ചു വരുന്ന സമയത്ത് അന്ന് വീണ ആ ഫോണ് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ഫോണ് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം അത് മഴയൊക്കെ കൊണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും ആ ഫോണിൽ നിന്ന് ഒരുപക്ഷെ വീഡിയോ കണ്ടിട്ട് അതിൽ മൂന്നാമതൊരാൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഭൂമിക്ക് മനസ്സിലാകും. അങ്ങനെ ഭൂമി ആ ആളെ കണ്ടുപിടിക്കാനായിട്ടുള്ള അന്വേഷണത്തിലാണ്. അങ്ങനെ പിന്നീട് അന്ന് രാത്രി ഭൂമി അച്ഛൻ്റെ റൂം പരിശോധിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലെറ്റർ കിട്ടുക കേട്ടോ. അങ്ങനെ അത് നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഭൂമി ഞെട്ടിപ്പോകുന്നുണ്ട്. ഇനി അതിൽ അച്യുതനല്ല ഭൂമിയുടെ അച്ഛൻ എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും മോളറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ ഒരുപക്ഷെ കൊല്ലപ്പെടാം, ഇതാണ് അതിലെ ഫസ്റ്റ് ഹെഡിങ്. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാൻ പറ്റുള്ളൂ. അതവിടെ ബ്ലർ ചെയ്തിട്ടാട്ടോ കാണിച്ചിട്ടുള്ളത്. പിന്നീട് ആ തെളിവ് കിട്ടുമ്പോൾ ഭൂമി അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം ഭൂമിയെ പിന്തുടർന്നുകൊണ്ട് ആ കമാൽ അവിടെ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ കമാലിന് ഭൂമിയെ പിടിക്കാൻ പറ്റുന്നില്ല. ഭൂമിയാണെങ്കിൽ ഇക്കാര്യം പോലീസുകാരോട് വന്ന് പറയുന്നുമുണ്ട്. പിന്നെ ദീപാവലി ആയതുകൊണ്ട് അവിടെ CSR ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭൂമി അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാട്ടോ. എന്നിട്ട് വലിയ വിഷമത്തിലാണ്. അതായത് ലാസ്റ്റ് ദീപാവലിയൊക്കെ അച്ഛനും അമ്മയും ഭൂമിയും കൂടെ ആഘോഷിച്ചതൊക്കെ ഭൂമി ഇങ്ങനെ ആലോചിക്കാട്ടോ. പടക്കം പൊട്ടിച്ചതും മേശപ്പൂ കത്തിച്ചതും അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയൊക്കെ സന്തോഷമായിട്ട് നിന്നതൊക്കെ ഇങ്ങനെ ആഘോഷിച്ച് ഇപ്പോൾ ഭൂമി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇതേ സമയം തന്നെ അജയ് സൗഭാഗ്യപുരത്ത് നിൽക്കാതെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ അത് ഭൂമിയുടെ അടുത്തേക്കാണെന്നുള്ളൊരു തോന്നൽ കാരണം അഞ്ജന പിടിച്ചു നിർത്താം കേട്ടോ. എന്നാൽ അഞ്ജനയുടെ കൈ തട്ടി മാറ്റി അജയ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഭവാനി വന്ന് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഭവാനിയോട് പറയും, എൻ്റെ ശവത്തിൽ ചവിട്ടിയേ അവൻ ഇന്നിവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അജയ് പോകാതിരിക്കാൻ വേണ്ടി സ്റ്റെയർന്ന് സ്വയം താഴേക്ക് ഉരുണ്ട് വീഴാണ്. ഇത് കാണുന്ന ഭവാനി ഇന്നും ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ വിളിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ. അങ്ങനെ അജയ് പെട്ടെന്ന് വന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് അജയ്ക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. അവിടെ ഉള്ളവരുടെ കൂടെ തന്നെ ദീപാവലി ആഘോഷിക്കുക കേട്ടോ. അങ്ങനെ മേശപ്പൂവും പൂത്തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അജയ് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഈ സമയം നയനയോടൊപ്പം കഴിഞ്ഞ ദീപാവലി ആഘോഷിച്ചതൊക്കെ അജയ് ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയും ഇവിടെ സങ്കടത്തിലാണ്, അതുപോലെ ഭൂമിയും അവിടെ വേറൊരു രീതിയിൽ സങ്കടത്തിലാണ്. ശേഷം ഭൂമി ശങ്കരനാരായണനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്തും കമാല് പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. ഭവാനിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ശരിക്കും ആർക്കും മനസ്സിലായിട്ടില്ല. അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ പിടിച്ച് പുറത്താക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്